ഹലോ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാർ, നൂറെ ഹബീബ് മജ്ലിസിനെതിരായിട്ടുള്ള നിരവധി പരാമർശങ്ങൾ, വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് പണത്തിന് വേണ്ടി പറഞ്ഞതാണോ, അനുഭവം കൊണ്ട് പറഞ്ഞതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നൂറെ ഹബീബിനെ കുറിച്ച് അറിയുന്ന ആർക്കും നൂറെ ഹബീബിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കായിട്ട് വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നമുക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. എന്തായാലും ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവരുടെ മനസ്സും ശുദ്ധീകരിച്ച് തരുമാറാവട്ടെ. ആമീൻ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് യൂട്യൂബ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി. സാധാരണ നൂറെ ഹബീബിലെ കാര്യങ്ങളെക്കുറിച്ച് അഥവാ വിമർശിക്കുന്ന ഒരാൾ, നൂറെ ഹബീബ് മജ്ലിസിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുന്ന ഒരാൾ, അദ്ദേഹം നൂറെ ഹബീബ് തങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഞാൻ മുന്നേ ഒരു പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മുടെ ഷാഹിദ് തങ്ങൾ അഥവാ നൂറെ ഹബീബ് തങ്ങളുടെ സഹോദരൻ ഷാഹിദ് തങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ, ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം ഈ നൂറെ ഹബീബ് തങ്ങളല്ല എന്നുള്ളൊരു പരാമർശം ഇപ്പോൾ നോർമലി ആയിട്ട് ഈ പ്രശ്നം വന്നപ്പോൾ നിരവധി ആളുകൾ പറയുന്നത് കേട്ടു. നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് തങ്ങളാവുമോ ആ രൂപത്തിലൊക്കെ. പക്ഷേ ഈ ഇങ്ങനെ പരാമർശിക്കുന്ന ആളുകൾക്ക്, വിമർശിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി നാട്ടുകാരോട് ചോദിക്കൽ മാത്രമല്ല, അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ഖബർസ്ഥലത്ത് പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ ഒക്കെ ഉപ്പ തങ്ങളാണോ ഉമ്മ തങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അത് ജസ്റ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം കണ്ടെത്താവുന്ന ഒരു സംഭവം അതിലുള്ളൂ. പക്ഷെ എന്നിട്ടും അതിനെ പെരുപ്പിച്ച് വലുതാക്കി തങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ഈ റമളാൻ മാസത്തിൽ കുറേ ആൾക്കാരെ വിഷമിപ്പിച്ചുകൊണ്ടും കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഉമ്മാനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ആ വീഡിയോ നിങ്ങൾ കാണുക, മുഴുവനായിട്ട് കാണുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ആദ്യമേ പറയട്ടെ, ഈ ഒരു വീഡിയോ റീച്ച് കൂട്ടാനോ വലിയ പൈസ ഉണ്ടാക്കാനോ ഒന്നല്ല ഞാൻ ചെയ്യുന്നത്. യൂട്യൂബിൽ പണിയെടുക്കുന്നവർക്കറിയാം എത്ര പൈസ കിട്ടുന്നൊക്കെ. ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. നമ്മളെപ്പോലുള്ളവർ എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിലല്ലാത്ത ചിലർ പലതും ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് പോകാം. അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ കീറി പറിച്ചിടാതെ പ്ലീസ്. അദ്ദേഹം ഇത്ര കാലമായിട്ടും ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിങ്ങളൊന്ന് കേസ് കൊടുക്കും, അദ്ദേഹം ഒന്ന് ജയിലാകട്ടെ, എന്നിട്ട് പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്താണെന്ന്. ഒരു മനുഷ്യൻ്റെ ജാതിയെയും മതത്തെയും ചോദ്യം ചെയ്യുമ്പോൾ വല്ലാത്തൊരു വിഷമം പിടിക്കുന്ന കേസാണ് കേട്ടോ. ആ മനുഷ്യൻ എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും. മറ്റുള്ള കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കൂട്ടിക്കില്ല. നമുക്കൊന്നും ഇല്ലാത്ത സംശയങ്ങളാണ് ഇവർക്കൊക്കെ. ചോദിച്ചത് എന്നോട് ആ സയ്യിദ് തങ്ങളാണോ? ആ സയ്യിദ് തങ്ങൾ തന്നെയാണ്. അത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ആ സയ്യിദ് അവറുകളെ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ വരാം. അത് ഒറിജിനൽ സയ്യിദാണ്. ഉമ്മയും സയ്യിദാണ്, ഉപ്പയും സയ്യിദാണ്. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് സയ്യിദ് അവറുകൾ ടാക്സി ഓടിച്ചിട്ടുണ്ടോന്ന്. തങ്ങന്മാർക്ക് ടാക്സി ഓടിക്കാം, അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലല്ലോ. അവരെന്നെ ജോലി ചെയ്യാൻ പാടില്ല. തങ്ങന്മാർ